ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. DAC ഡിഫൻസ് അക്യൂസേഷൻ കൗൺസിൽ, ഇന്ത്യയുടെ ഡിഫൻസ് അക്യൂസേഷൻ കൗൺസിൽ, ഇവരാണ് പുറത്തുനിന്ന് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഓർഡറുകൾ പ്രത്യേക കമ്പനികൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിലോ ഈ ഡിഫൻസ് അക്യൂസേഷൻ കൗൺസിലാണ് അതിനകത്ത് ഇടപെടുന്നത്. അവരാണ് ഇതിൻ്റെ ഓർഡർ പാസ്സാക്കുന്നത്. അപ്പോൾ അങ്ങനെ S-400 ഡിഫൻസ് മിസൈലുകൾ അത് വാങ്ങിക്കാനും ഇന്ത്യയുടെ ഫയർ പവർ ശക്തിപ്പെടുത്താനും 2.38 ലക്ഷം കോടിയുടെ പർച്ചേസിങ്ങിന് അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അമേരിക്കയിൽ നിന്ന് കുറച്ച് മിസൈലുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോഴത്തേക്കും ഇന്ത്യ ഏതെങ്കിലും ഒരു സർജിക്കൽ സ്ട്രൈക്കിന് തയ്യാറാകുന്നു എന്നുള്ളൊരു ഡൗട്ട് ഇല്ലാതില്ല. എനിവേ, നമ്മൾ അനാവശ്യമായിട്ടുള്ള പ്രഡിക്ഷൻസ് ഒന്നും നടത്തുന്നില്ല. പക്ഷേ ഇന്ത്യ ഇങ്ങനെ ഒരു പർച്ചേസ്, മാസീവായിട്ടുള്ള പർച്ചേസ് നടത്തുന്നുണ്ട്. ഇന്ത്യ 445 കോടി ചെലവാക്കിക്കൊണ്ട് റഷ്യയിൽ നിന്നും ടങ്കുസ്ക എന്ന് പറഞ്ഞ മിസൈൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ഡിഫൻസ് അക്യൂസേഷൻ കൗൺസിൽ ഡ്രോൺ വാങ്ങിക്കാനും പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ഡ്രോൺ എന്ന് പറഞ്ഞാൽ സ്റ്റെൽത്ത് ഡ്രോൺ വാങ്ങിക്കാനാണ് അപ്രൂവൽ കൊടുത്തിരിക്കുന്നത്. ഗട്ടക് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ സ്ക്വാഡ്രൺ വാങ്ങിക്കാനാണ് തീരുമാനം. റഷ്യ ഫാസ്റ്റ് ട്രാക്കിംഗ് ഇന്ത്യാസ് S-400. നമുക്ക് S-400 ഡിഫൻസ് സിസ്റ്റം ഇനിയും കിട്ടാനുണ്ട്. റഷ്യ നമുക്ക് തരാനുള്ള അടുത്ത സെക്ഷൻ S-400 പരീക്ഷണ ഘട്ടത്തിലാണ്. അപ്പം അത് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ തന്നെ ഇന്ത്യയിലേക്ക് ഡെലിവറി ആകുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യ ഒരു 413 കോടിയുടെ എഗ്രിമെന്റ് ബോയിങ് കമ്പനിയുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. P-8I എന്ന് പറഞ്ഞ കാർഗോ എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ഡീല് സൈൻ ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രിയിൽ 70,000 കോടി പുഷ് ചെയ്യുന്നുണ്ട്. അതായത് ഈ വെസ്റ്റ് ഏഷ്യൻ സൈഡിൽ ഇത്രമാത്രം ഒരു കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പല മേഖലകളിലും ഷിപ്പിംഗ് ഒക്കെ താറുമാറായിട്ടിരിക്കുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ത്യ 70,000 കോടി ഷിപ്പ് ബിൽഡിംഗ്, ഇന്ത്യക്കുള്ളിൽ തന്നെ ഷിപ്പ് നിർമ്മിക്കാനുള്ള പ്രോജക്റ്റിനാണ് ഇന്ത്യ ഈ ഒരു എമൗണ്ട് മാറ്റിവെച്ചിരിക്കുന്നത്. മാറ്റിവെച്ചിരിക്കുന്ന വെറുതെ മാറ്റിവെച്ചിരിക്കുന്നതല്ല, മാർക്കറ്റിലേക്ക് പുഷ് ചെയ്യാണ്. ഇന്ത്യക്കുള്ളിൽ ഇന്നലെ ഒരു 12 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 12 പേരെ അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് പറഞ്ഞാൽ NIAക്ക് കീഴിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഗെയിമിംഗ് ആപ്പ്, ഈ ഗെയിമിംഗ് ആപ്പിലൂടെ നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനയായിട്ടുള്ള AQIS അറിയാലോ, അൽ-ഖായിദ, ആ സംഘടനയുടെ മറ്റൊരു രൂപമാണല്ലോ ഐസിസ്. ഇതിലേക്ക് ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗെയിമിംഗ് ആപ്പ് ഉപയോഗിക്കുന്നതായിട്ടും ഈ ഗെയിമിംഗ് ആപ്പിലൂടെ ആ സംഘടനയ്ക്ക് സപ്പോർട്ടീവായിട്ട് ഇതേപോലെ ചെറുപ്പക്കാരായിട്ടുള്ള യുവാക്കളെ തീവ്രവാദത്തിന് റിക്രൂട്ട്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് ഈ ആപ്പ് മുഖേന ഈ തീവ്രവാദ സംഘടനയിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് പ്രവർത്തിച്ച 12 ഇൻഡിവിജ്വൽസിനെയാണ് ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് തന്നെ ഹാരിസ് അലി എന്ന് പറഞ്ഞിട്ട് UP-യിൽ നിന്നും അറസ്റ്റിലായ ഒരു ഡോക്ടറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് എത്ര പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇത് അതിന്റെ തുടർച്ചയാണ്. ഇനിയും ഒരുപാട് പേര് ഇന്ത്യക്കുള്ളിൽ ഇതേപോലെ അറസ്റ്റിലാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. NIA സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് ചോദ്യം ചെയ്ത് ഈ 12 പേരെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ ഇവർ സ്പ്രെഡ് ചെയ്ത് പല ആൾക്കാരും NIAയുടെ നിരീക്ഷണത്തിലുണ്ട്. അവരെയും കൂടി വരും ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. വലിയൊരു തീവ്രവാദ സംഘടനയുടെ റിക്രൂട്ട്മെന്റ് മാഫിയയാണ് ഇപ്പം NIA എൻകൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻകൗണ്ടർ മീൻസ് അവരെ വെടിവെച്ചിടുന്നതല്ല, ശരിക്കും ആ ഓപ്പറേഷനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള എൻകൗണ്ടർ പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മെയിൻ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത് ഇറാഖിലും സിറിയയിലുമാണ്. അവിടെ നിന്നാണ് കൃത്യമായിട്ട് ഓൺലൈനിലൂടെ, ഇപ്പം തീവ്രവാദം എന്ന് പറയുന്നത് ഓൺലൈനിലാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് വളരെ വളരെ കെയർഫുൾ ആയിട്ട് മോണിറ്റർ ചെയ്യണം. നിങ്ങളുടെ കുട്ടികളെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഇതേപോലത്തെ ഗെയിമുകളിൽ ഇൻഫ്ലുവൻസ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിൽ ഒരു വർക്കിംഗ് അഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ഏവിയേഷൻ മേഖലയിലും ഇൻഡസ്ട്രിയൽ മേഖലയിലും, അതായത് ഇൻഡസ്ട്രിയൽ ഏവിയേഷൻ പ്രൊഡക്ഷൻ, അതായത് എയർക്രാഫ്റ്റ് മാനുഫാക്ചറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുന്നത്. US-ന്റെ വാർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഒഫീഷ്യൽ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. എൽബ്രിഡ്ജ് കോൾബിയാണ് ഇന്ത്യ സന്ദർശിച്ചത്. ഇന്ത്യയെക്കുറിച്ച് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഡീപ്പ് റെസ്പെക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡീപ്പ് റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മറ്റുള്ള അലൈ കൺട്രീസിനെ പോലെ അല്ല അമേരിക്കയ്ക്ക്, ഇന്ത്യയെ അമേരിക്ക കാണുന്നത് വേറൊരു രീതിയിലാണ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എനിവേ, നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായിട്ട് പറയാനൊന്നുമില്ല. തീർച്ചയായിട്ടും ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിപ്പോൾ അമേരിക്കയുടെ ബിസിനസ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇന്ത്യ എന്ന് പറഞ്ഞൊരു വലിയ മാർക്കറ്റ് ഇവർക്കൊക്കെ സമ്മാനിക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഡിപ്ലോമസി ഇനി അസാധ്യമാണ്. അത് അമേരിക്ക ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, ഏത് രാജ്യം ആയിക്കോട്ടെ, മിഡിൽ ഈസ്റ്റ് ആയിക്കോട്ടെ. എന്നാലും എൽബ്രിഡ്ജ് കോൾബി പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യാം. പുള്ളിക്ക് വേണമെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് പറയാതിരിക്കാമല്ലോ.
ഇറാനിലെ ബുഷർ എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റിന് മേളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിനെ തുടർന്ന് അവിടെ നിന്നും ന്യൂക്ലിയർ റേഡിയേഷൻസ് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു പേടി ഇറാനുള്ളതായിട്ട് ഇറാൻ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക റേഡിയേഷൻ പുറത്തു വരുന്നത് പോലെയുള്ള ആക്രമണം നടത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഇതുവരെ അത് കൺഫേം ചെയ്തിട്ടില്ല. അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സറൗണ്ടിങ്സിലാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത്, ഞങ്ങൾ ന്യൂക്ലിയർ പ്ലാന്റ് അറ്റാക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ വാദം. എനിവേ ഇറാന്റെ സൈഡിൽ നിന്നും ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. പക്ഷേ IAEAയുടെ സൈഡിൽ നിന്നും ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് മോണിറ്ററിംഗ് ചെയ്തപ്പോൾ അവിടെ റേഡിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിംറ്റംസും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് IAEA പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സ്റ്റിൽ ഇറാൻ ഈ ഒരു കൺസേൺ രേഖപ്പെടുത്തുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു കരുതലാവാം, ന്യൂക്ലിയർ സ്ഥാപനങ്ങളുടെ മേളിൽ ആക്രമണം ചെയ്യരുത്. അത് ഒരു പവർ പ്ലാന്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും സൗത്ത് പാർസിൽ ആക്രമണം നടത്തി ഒരു വൻ ദുരന്തം തന്നെ ഇറാന്റെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് എനർജി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവിടെ 1000 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് ബുഷറിലുള്ളത്. അതും നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇറാന്റെ പവർ സപ്ലൈ വല്ലാത്ത രീതിയിൽ ഇമ്പാക്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഇറാൻ ഒന്നുകൂടി കോഷ്യസ് ആവാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് മുൻകൂട്ടി പറഞ്ഞതാവാനാണ് സാധ്യത. ഇന്ത്യൻ ആർമി ബ്രഹ്മോസിന്റെ 800 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകളിലേക്കാണ് അടുത്ത് എയിം ചെയ്യുന്നത്. ബ്രഹ്മോസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ലോങ് റേഞ്ച് സ്ട്രൈക്കിംഗ് പവറിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ആർമി ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും DRDOയുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ ആർമിയും DRDOയും കൂടി ചേർന്നിട്ട് ഈ വിഷയത്തിലൊരു തീരുമാനമെടുത്തു. ഈ 800 കിലോമീറ്റർ ലോങ് റേഞ്ചുള്ള ഈ മിസൈൽ ഇന്ത്യൻ ആർമിയിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാന്റെ ഉള്ളിൽ IRGC ശരിക്കും അതിഭീകരമായ നിലയിൽ പൊതുജനങ്ങളെ പേടിപ്പിക്കുന്ന തരത്തിൽ റോഡുകളിൽ തലങ്ങും വിലങ്ങും ബൈക്ക് റാലി നടത്തുന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഒരു ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഇറാന്റെ ഉള്ളിൽ. അത് പ്രതിഷേധിക്കണമെന്ന് വിചാരിക്കുന്ന ഒറ്റൊരുത്തൻ പോലും അവിടെ റോഡിൽ ഇറങ്ങാൻ പാടില്ല. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. IRGC പെസസ്കിയാനെ നല്ല രീതിയിൽ പ്രഷർ ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ മൊഹമ്മദ് സൊൽഗാദർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്. ഈ വ്യക്തിയെ സെക്യൂരിറ്റി ചീഫായിട്ട് നിയമിക്കണം. അതായത് അലി ലാരിജാനിയുടെ പൊസിഷനിലേക്ക് ഇയാളെ നിയമിക്കണം. അതിന് വേണ്ടിയിട്ട് IRGC പ്രഷർ ഇടുകയാണ്. IRGC ശരിക്കും പറഞ്ഞാൽ ഇപ്പം കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിലാണ്. അവർ ഒരു ഭീകരവാദ സംഘടന പ്രവർത്തിക്കുന്ന ആ മാതൃകയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും അവരുടെ യഥാർത്ഥ മുഖം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കൃത്യമായിട്ട് ചില നിബന്ധനകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനനുസരിച്ച് ഗവൺമെന്റ് ചലിക്കണം എന്നുള്ളതാണ് അവരുടെ അഭിപ്രായം. അപ്പം അതിനൊത്ത് പാട്ട് പാടണം, പാടിയേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പെസസ്കിയാനും അവിടെ ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല. അതാണ് ഇപ്പം നിലവിലെ സാഹചര്യം. അവർ തന്നെ വധിച്ചിട്ട് പറയും ഇസ്രായേൽ തട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരുടെ കാര്യം നോക്കി പോകും. കാരണം IRGC എന്ന് പറയുന്നത് ഒരു ഭീകര സംഘടനയാണ്. ഇന്നലെ ഇസ്രായേൽ ഇറാന്റെ ഉള്ളിൽ സ്റ്റീൽ പ്ലാന്റുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റീൽ പ്ലാന്റുകൾ അറ്റാക്ക് ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ എൻറിച്ച്ഡ് യുറേനിയം അത് എൻറിച്ച്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് സെൻട്രിഫ്യൂഗേഴ്സ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ സെൻട്രിഫ്യൂജിന് വേണ്ടിയിട്ടുള്ള സിലിണ്ടേഴ്സ് നിർമ്മാണത്തിന് ഈ സ്റ്റീലിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം അത്തരത്തിലുള്ള സ്റ്റീൽ ഫാക്ടറികളാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ ആ പ്രവൃത്തിയിൽ ഇറാൻ ശക്തമായ രീതിയിൽ പ്രതികരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം തുരുതര മിസൈലുകൾ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് അയക്കുമായിരിക്കാം. അതാണ് ഇപ്പോൾ അടുത്ത് ഇറാൻ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഇറാന്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല. ഇറാന്റെ ഉള്ളിലുള്ളത് മിസൈലും ഡ്രോണുകൾ മാത്രമാണ്. അത് ഇസ്രായേലിലേക്ക് അയക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഹെസ്ബുള്ളയെ വെച്ചിട്ട് കുറേ റോക്കറ്റുകൾ അയക്കും. ഇതാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പ്രവൃത്തി അവർ തുടരും. കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ചെയ്യുമായിരിക്കും. ക്ലസ്റ്റർ വാർഹെഡുകളൊക്കെ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് അയക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷേ ഈ വീഡിയോ റീച്ച് ആകുമ്പോഴത്തേക്കും ഇസ്രായേലിനുള്ളിൽ നിരവധി സ്ഥലങ്ങളിൽ ഇതേപോലെ ക്ലസ്റ്റർ വാർഹെഡുകൾ വന്ന് പതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് ഇറാൻ യുദ്ധം ഒരു 4 ആഴ്ചയ്ക്ക് കൂടി നീണ്ടു നിൽക്കാനുള്ള പോസിബിലിറ്റീസ് ആണ് ഞാൻ കാണുന്നത് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായാലും ഇനി 1 മന്ത്, അതായത് 1 more month ഇറാൻ യുദ്ധം നീണ്ടു നിൽക്കും. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മാർക്കോ റൂബിയോയുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്നും. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള വാർത്തകളാണ് നമ്മൾ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.